Next is Python operators. What is an operator in a programming language? Operators are symbols used to perform a particular operations on variable and values. വാല്യൂസിൻ്റെയോ വേരിയബിൾസിൻ്റെയോ മേലെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത് പൈത്തൺ ഓപ്പറേറ്റേഴ്സ്. പൈത്തൺ ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈത്തൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ സ്പെസിഫിക്കലി നമുക്ക് പറയാം, operators are symbols which is used to perform a operation on variables and values. Python divides the operators in following groups. So different type of operators are arithmetic operators, assignment operators, comparison operators, logical operators, identity operators, membership operators, and finally bitwise operators. So 7 different operators are available. 7 different classification of operators are in Python language. So operators are symbols used to perform particular operations on values and variables. For example, arithmetic operators. Arithmetic operators are symbols which used to perform arithmetic functions on variables and values. വേരിയബിൾസിൻ്റെയോ വാല്യൂസിൻ്റെയോ മേലോ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സോ എനിവേ, operators are symbols which is used to perform a particular operations on variable and values. So next is our arithmetic operators. First one, arithmetic operators. Arithmetic operators are symbols used with numeric values to perform common mathematical operations. Common mathematical operations perform ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾസിനാണ് നമ്മൾ എന്താ പറയുന്നത്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ യൂസ് ടു പെർഫോം അഡീഷൻ. അപ്പോൾ അഡീഷൻ പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ സിമ്പിളിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഒരു അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. ആ അരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അഡീഷൻ ആയതുകൊണ്ട് അഡീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയാം നമുക്ക്. അരിത്തമെറ്റിക് ഓപ്പറേറ്ററാണിത്. സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ. സ്റ്റാർ സൈൻ യൂസ് ചെയ്തിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ആൻഡ് സ്ലാഷ് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഡിവിഷൻ പെർഫോം ചെയ്യുന്നത്. പെർസെൻറ്റേജ് ഇത് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് മോഡ്ലെസ് ഓപ്പറേഷൻസ്. മോഡ്ലെസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ റിമൈൻഡർ ഓഫ് എക്സ് ബൈ വൈയുടെ റിമൈൻഡർ കാണാൻ പറ്റും. ഇപ്പം 10/3 ആണെന്ന് വിചാരിക്കുക. 10/3യുടെ റിസൾട്ട് എന്താ, 3 എന്നാണ്, റിമൈൻഡർ 1 ആണ്. സോ 10 മോഡ്ലെസ് 3 ഈക്വൽ ടു 1 ആണ്. റിമൈൻഡർ ആയിരിക്കും എന്ത് ചെയ്യുക, ഇത് പെർഫോം ചെയ്യാം. പിന്നെ എക്സ്പൊണൻഷ്യൽ x² ആണ് ആക്ച്വലി ഇത് എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. 2 സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ് എക്സ്പൊണൻഷ്യൽ പെർഫോം ചെയ്യുന്നത്. പിന്നെ 2 സ്ലാഷ് യൂസ് ചെയ്തിട്ട് ഫ്ലോ ഡിവിഷൻ എന്ന് പറയുന്നത്. ഫ്ലോ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/bയുടെ ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ പെർഫോം ചെയ്യും. ഇപ്പം നിയറസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്താണോ അത് തരും. ഇപ്പം 7/2 3.5 വരെ. ഇപ്പോൾ ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 തരും നമുക്ക്. സോ ദീസ് ആർ ദി അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്കിവിടെ എക്സാമ്പിളായിട്ട് വരാം. ഇപ്പോൾ പ്ലസ് എന്ന് പറയുക x + y എന്ന് പറഞ്ഞ സാധനം പെർഫോം ചെയ്യണം. എക്സും വൈയും തമ്മിൽ ആഡ് ചെയ്യുക, അരിത്തമെറ്റിക്കലി ആഡ് ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് എന്ത്, പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. എക്സിനകത്ത് നിന്ന് y മൈനസ് ചെയ്യാൻ യൂസ് ചെയ്യാനാണ് നെഗറ്റീവ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. x/y ഇത് ഒരുവിധം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും ഇത് തന്നെയായിരിക്കും. x/y പെർഫോം ചെയ്യാൻ സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യാൻ, x/y ചെയ്യാൻ. 10/2 ചെയ്യണമെന്നുണ്ടെങ്കിൽ 10/y. രണ്ട് ഈ സിമ്പിളെല്ലാം നമ്മൾ യൂസ് ചെയ്യുക. ഈ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് മോഡ്ലെസ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് റിമൈൻഡർ ഓഫ് x/y. അതാണ് ആക്ച്വലി എക്സ് മോഡ്ലെസ് എന്ന് പറയുന്ന സാധനം പെർഫോം ചെയ്യുന്നത്. പിന്നെ എക്സ്പൊണൻഷ്യലാണ് 2 സ്റ്റാർ x². ഇപ്പോൾ x²y എന്ന് പറഞ്ഞ സാധനം പെർഫോം ചെയ്യണമെങ്കിൽ എന്താ, x²2 x⁻². ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, x =
അല്ല എക്സ് ഇൻറ്റു ടു എന്ന് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് എഴുതിയത്, മനസ്സിലായത്? ഇനി ഫ്ലോ ഡിവിഷൻ തന്നെ. ഫ്ലോ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ദ നിയറസ്റ്റ് വാല്യൂ ഇൻറ്റിജർ വാല്യൂ ഓഫ് എക്സ് ബൈ വൈ. ഇതാണ് ഇപ്പോൾ എക്സും വൈയും തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് ഹൈസ്റ്റ് നിയറസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്താണോ അത് പെർഫോം. അപ്പം 7 ഡിവൈഡ് ബൈ 2 ആണെന്നിരിക്കുക. അപ്പോൾ 3.5 കിട്ടുക. അപ്പോൾ 0.5 അങ്ങ് ഡിസ്കാർഡ് ചെയ്യും. അതിൻ്റെ 3 നമുക്ക് നിയറസ്റ്റ് വാല്യൂ 3 ആണ്. ആ 3 വാല്യൂ ഇത്. Okay, so these are the arithmetic operators. So arithmetic operators are symbols used to perform arithmetic operations on or common mathematical operations on variables and values. Okay. Next one, assignment operators. Assignment operators are it's an equal to sign which is used to assign values into variable. വാല്യൂസ് വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് എന്ത്, സിമ്പിൾ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ഓൺലി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇത് ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതിൻ്റെ ചെറിയ പല രീതിയിലുള്ള യൂസേജ് നമുക്ക് നോക്കാൻ പറ്റും. എക്സ് ഈക്വൽ ടു വൈ, സെയിം എക്സ് ഈക്വൽ ടു 5. The value 5 is assigned to variable x. Variable x-നകത്തേക്ക് എന്ത് അസൈൻ ചെയ്യുന്നു, 5 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്യുന്നു. സോ അടുത്ത സ്റ്റെപ്പ് മുതൽ എക്സിൻ്റെ വാല്യൂ എന്താണ്, 5 ആണ്. എക്സിൻ്റെ വാല്യൂ എക്സ് പ്രോസസ് ചെയ്യുന്ന വാല്യൂ 5 ആണ്. ഓക്കെ. ഇനി പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്യാം. അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ആക്ച്വലി എക്സ് പ്ലസ് ഈക്വൽ ടു 3 വരാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ല. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇത് മാത്രമാണ്, ഈ ഈക്വൽ ടു സിമ്പിൾ മാത്രമാണ്. ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനകത്ത് വരുന്ന ചില മോഡിഫിക്കേഷൻസ് മാത്രമാണ്, ചില യൂസേജ് മാത്രമാണ് ആക്ച്വലി ഇത്. എക്സ് പ്ലസ് ഈക്വൽ ടു 3 വരാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് എഴുതുന്നതിന് ഷോർട്ട് ഫോം ആയിട്ട് എന്ത് എഴുതിയാൽ മതി, എക്സ് പ്ലസ് ഈക്വൽ ടു 3 എന്ന് എഴുതിയാൽ മതി. മനസ്സിലാണ്ടോ പറഞ്ഞത്? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് എഴുതുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, എക്സ് പ്ലസ് ഈക്വൽ ടു 3 എന്ന് എഴുതിയാൽ മതി. അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3 എന്ന് എഴുതുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, എക്സ് മൈനസ് ഈക്വൽ ടു 3 എന്ന് എഴുതിയാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 3 ആണ്. അതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 3 എന്ന് എഴുതുന്നതിന് പകരം എന്ത് എഴുതിയാൽ മതി, എക്സ് ഇൻറ്റു ഈക്വൽ ടു 3 എന്ന് എഴുതിയാൽ മതി. ഓക്കെ. അതേപോലെ എക്സ് ഈക്വൽ ടു എക്സ് ബൈ 3 വിച്ച് ഈസ് വെരി സിമിലർ ടു എക്സ് ബൈ or x slash equal to 3. In same way, x equal to x percentage x modulus 3 is written as x modulus equal to 3. Floor operator, x floor operator by 3 floor operator 3 equal to x ഡബിൾ സ്ലാഷ് ഈക്വൽ ടു 3. ഇത് എഴുതുന്നതിന് സമയമായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കവിടെ എന്ത് ചെയ്യാം, എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ സാധനം റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സിംപ്ലസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. സോ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു എന്താണ്, ഇത് മാത്രമാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ആൻഡ് ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ സിൻസ് ഇറ്റ് ഈസ് എ സിമ്പിൾ യൂസ് ടു അസൈൻ എ വാല്യൂ ഇൻ ടു എ വേരിയബിൾ. ഒരു വാല്യൂ വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളിനാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോമാറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എനിവേ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഏത് മാത്രമാണ്, ഈക്വൽ ടു സിമ്പിൾ മാത്രമാണ്. ഓക്കെ. ഇത് മാത്രമല്ല, നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാം, എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഓഫ് എക്സ് റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, എക്സ് ഡബിൾ സ്റ്റാർ ഈക്വൽ ടു 3. ഇതൊക്കെ അതിൻ്റെ യൂസ് ചെയ്യാം. എക്സ് ആൻഡ് 3, എക്സ് ആൻഡ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു എക്സ് ആൻഡ് 3, എക്സ് ഓർ 3, ഇതൊക്കെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇതുപോലെ എഴുതാൻ പറ്റും. എക്സ് ഈക്വൽ ടു എക്സ് റൈറ്റ് ഷിഫ്റ്റ് 3, ഇതൊക്കെ നമ്മൾ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കും. എനിവേ
നമുക്ക് ഈ രീതിയിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ഈസ് പൈത്തൺ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. കമ്പാരിസൺ ഓപ്പറേറ്റർ ആർ യൂസ് ടു കമ്പയർ ടു വാല്യൂസ് കമ്പയർ ചെയ്യാനോ രണ്ട് എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കമ്പാരേറ്റർ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു ഈ സിമ്പിളാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, വെദർ ടു വേരിയബിൾസ് ഓ വെദർ ടു വാല്യൂസ് ആർ ഈക്വൽ ടു എന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് എന്ത്, ഈ ഡബിൾ ഈക്വൽ ടു. ഇവിടെ കണ്ടില്ലേ, ഇഫ് എക്സ് ഈക്വൽ ടു വൈ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡബിൾ ഈക്വൽ ടു എന്ന സാധനം എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിൻ്റെ മീനിങ് ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും, either ട്രൂ ഓർ ഫാൾസ്. നമ്മൾ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. രണ്ട് പോസിബിലിറ്റി ഉള്ളൂ, either ഇറ്റ് മേ ബി ട്രൂ ഓർ ഇറ്റ് മേ ബി ഫാൾസ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ അതിനകത്ത്. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ വൈ, അതായത് എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഒന്നുകിൽ എന്തായിരിക്കും, ഈക്വൽ ടു ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ ട്രൂവോ ഫോൾസോ എന്തേ ഉണ്ടാവുള്ളൂ, ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. എക്സ് നോട്ട് ഈക്വൽ ടു എന്ന് തന്നെ സാധനം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് സിമ്പിളൈസ് ചെയ്യണം, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഈക്വൽ ടു, അതാണ് എന്ത്, നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പിൾ. എക്സ് നോട്ട് ഈക്വൽ ടു വൈ, ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ, it also gives either true or false. എക്സ് ഗ്രേറ്റർ ദാൻ വൈ, ഗ്രേറ്റർ ദാൻ എന്ന സിമ്പിളിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓപ്പറേറ്ററാണ് എന്ത്, ഈ സിമ്പിൾ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ, ഇതാണ് അതിന് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എക്സ് ലെസ് ദാൻ വൈ, ഇത് യൂസ് ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇൻ സം സിറ്റുവേഷൻസ് വി ഹാവ് ടു കമ്പയർ either the values equal to or greater than. നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ഏത് യൂസ് ചെയ്യും, ഗ്രേറ്റർ ദാൻ എഴുതിയിട്ട് ഈക്വൽ ടു എന്നുള്ള സിമ്പിളും കൂടെ യൂസ് ചെയ്യും. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും കൂടെ യൂസ് ചെയ്യും. ഇവിടെ രണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് എക്സ് ഈക്വൽ ടു വൺ വൈ എന്ന് നമുക്ക് ചെക്ക് ചെയ്തേക്കാൻ പറ്റും. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ പ്ലസ് ഒരു ഈക്വൽ ടു സിമ്പിളും കൂടെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്തേക്കാൻ പറ്റും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെയിം വേ നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്തേക്കാൻ പറ്റും. സോ ദീസ് ആർ ദി comparison operators, which is say simple, used to compare two quantities or two expressions. Python comparison operator. Next one is logical operators. Logical operators are used to combine conditional statements. If you want to combine two conditional statements എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയിട്ടില്ലേ, ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ഇങ്ങനത്തെ ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററിൻ്റെ കൂടെ വേറൊരു കമ്പാരിസൺ ഓപ്പറേറ്ററും കൂടെ കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി യൂസ് ലോജിക്കൽ ഓപ്പറേറ്റർ. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു കമ്പയർ അല്ല കേട്ടോ, കമ്പൈൻ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോജിക്കൽ ഓപ്പറേറ്ററാണ്, ഓർ എന്ന് പറഞ്ഞാൽ അനദർ ലോജിക്കൽ ഓപ്പറേറ്ററാണ്, ആൻഡ് നോട്ട് അനദർ ലോജിക്കൽ ഓപ്പറേറ്റർ. ഇതെങ്ങനെയാണ് റിട്ടേൺ ചെയ്യുക, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തേ തരുള്ളൂ, നേരത്തെ കണ്ടീഷണൽ ഓപ്പറേറ്റർ പോലെ തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടും എന്തേ തരുള്ളൂ, നമുക്ക് ട്രൂ ഓർ ഫോൾസ് മാത്രമേ തരുള്ളൂ. ഇവിടെ നോക്കിയെങ്കിൽ ഇഫ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 10, ഇതിൻ്റെ മീനിങ് എന്താ, എക്സ് ലെസ് ദാൻ 5 ആണോ എക്സ് ലെസ് ദാൻ 10 ആണോ. ഇത് ആക്ച്വലി ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട് ഇതിനകത്ത്, നമുക്ക് ഇങ്ങനെ എഴുതണമെന്നില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 5 ഇങ്ങനെ എഴുതിയാലോ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് എക്സ് ലെസ് ദാൻ 10, ഇങ്ങനെ ഇതിൻ്റെ മീനിങ് എന്താ, എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണോ, ആ 5നും 10നും ഇടയിലുള്ളൊരു നമ്പറാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. എക്സിൻ്റെ വാല്യൂ, ഇഫ് എക്സ് ഈസ് എ വാല്യൂ വിച്ച് ലൈസ് ബിറ്റ്വീൻ 5 and 10, 5നും 10നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണോ ചെക്ക് ചെയ്ത് വെക്കുന്ന ഓപ്പറേറ്ററാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റർ നമ്മളിവിടെ യൂസ് ചെയ്യും. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു കമ്പാരിസൺ ഓപ്പറേറ്റർ. രണ്ട് കമ്പാരിസൺ ഓപ്പറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ, ദിസ് ഈസ് സെക്കൻഡ് എക്സ്പ്രഷൻ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞാണ് ഇവിടെ എന്ത്, ലോജിക്കൽ ഓപ്പറേറ്റർ. ഇവിടെ ഇപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആവുകയും വേണം,
ലെസ് ദെൻ 10 ആവുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇതിൻ്റെ റിസൾട്ട് എന്തായി മാറുള്ളൂ, ട്രൂ ആയിട്ട് മാറുള്ളൂ. അതർവൈസ് ഇറ്റ് ഗീവ്സ് എ ഫാൾസ്. അത് ഫാൾസ് എന്ന് പറഞ്ഞാൽ ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ബൂളിയൻ റിസൾട്ട് ആയിരിക്കും തരുന്നത്. നെക്സ്റ്റ് ഈസ് ഓർ. റിട്ടേൺസ് ട്രൂ ഇഫ് വൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇവിടെ എന്താ, റിട്ടേൺസ് ട്രൂ ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഇവിടെ ഓർ സ്റ്റേറ്റ്മെൻറ്റ് ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെഡി ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇറ്റ് ഗീവ്സ് എ ട്രൂ. അപ്പോൾ ഇവിടെ ഇഫ് എക്സ് ലെസ് ദെൻ 5 ഓർ എക്സ് ലെസ് ദെൻ 4, ഏതിനെങ്കിലും ഒന്ന്, ഒന്നുകിൽ 5 കുറഞ്ഞാൽ മതി അല്ലെങ്കിൽ 4 കുറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒന്ന് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് തരും, ഇറ്റ് ഗീവ്സ് ട്രൂ. അതർവൈസ് ഇറ്റ് ഗീവ്സ് ഫാൾസ്. ഇപ്പോൾ 6 എന്ന് പറഞ്ഞ വാല്യൂ ആണെങ്കിലോ, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 ആണെന്നിരിക്കാം, 6 ലെസ് ദെൻ 5 അല്ല, 6 ലെസ് ദെൻ 4 അല്ല, സോ ഇറ്റ് ഗീവ്സ് എ ഫാൾസ്. മനസ്സിലായോ? ഈ നോട്ട് റിസർവ്സ് ദി റിസൾട്ട്, റിട്ടേൺസ് ഇഫ് reverse the result, returns false if the result is true. Not x less than 5 and x less than 10. അപ്പോൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ, ട്രൂ ആക്കണം എന്നുള്ളത് ട്രൂ ആയിരുന്ന സാധനം ഫോൾസ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഫോൾസ് ആയിരുന്ന സാധനം ട്രൂ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ട് യൂസ് ചെയ്താൽ മതി. നോട്ട് ഇവിടെ ഇപ്പോൾ നോക്കി, എക്സ് ലെസ് ദെൻ 5 ആൻഡ് എക്സ് ലെസ് ദെൻ 10. എക്സ് ലെസ് ദെൻ 10 ആവാൻ വേണം, എക്സ് ലെസ് ദെൻ 5 ആവാൻ വേണം. അപ്പം അങ്ങനെ ഒരു രണ്ട് കേസും ട്രൂ ആവുക ആണെങ്കിൽ മാത്രമേ ട്രൂ തരത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്താ നോട്ട് കൂടെ യൂസ് ചെയ്തുകൊണ്ട് എന്തായിരിക്കും, അത് ഫോൾസ് ആകുമ്പോഴാണ് എന്ത് തരിക, ട്രൂ തരിക. അപ്പോൾ നേരത്തെ ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫോൾസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു നോട്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ, നോട്ട് ലോജിക്കൽ ഓപ്പറേറ്ററും കൂടെ എന്ത് ചെയ്താൽ യൂസ് ചെയ്താൽ മതി. സോ ദർ ആർ 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അവൈലബിൾ ഇൻ പൈത്തൺ ലാംഗ്വേജ്. They are and, or, not. And is used for compare 2 statements. It returns true if both statements are true. Or statement is used to compare more than one statements. It returns true if one of the statement is true. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ തന്നെ എന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. നോട്ട് എന്ന് പറഞ്ഞാൽ, നോട്ട് തന്നെ ഇറ്റ്സ് അനദർ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വിച്ച് ഈസ് യൂസ് ടു റിവേഴ്സ് ദി റിസൾട്ട് ആൻഡ് റിട്ടേൺ ഫോൾസ് ഇഫ് ദി റിസൾട്ട് ഈസ് ട്രൂ. അത് ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുക, എന്ത് റിസൾട്ട് ആക്ച്വലി എന്താണെന്നുണ്ടെങ്കിൽ ട്രൂ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് പൈത്തൺ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുക. Next is Python identity operators. Identity operators are used to compare the objects, not if they are equal, but if they are actually the same object with the same memory location. ഇവിടെ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിസർവ്ഡ് ഫോർ ഒബ്ജക്റ്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് എന്ത്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. അതെന്താ ചെക്ക് ചെയ്യുന്നത്, ഇറ്റ് ചെക്സ് വെദർ ദി ഒബ്ജക്ട്സ് ആർ സെയിം. അപ്പോൾ അത് പിന്നെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഐഡൻറ്റിക്കൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് എന്ത്, identity operators are. So identity operators are used to compare objects, not if they are equal, but they are actually the same object with the same memory location. Same memory location la same object തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് വെക്കാനുണ്ട്. അതിനകത്തുള്ള കണ്ടന്റ് ഈക്വൽ ആണെന്ന് മാത്രമല്ല സെയിം ഒബ്ജക്റ്റ് ആണെന്നും കൂടെ ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് എന്ത്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ആൻഡ് ഇറ്റ് ഈസ് റിസർവ്ഡ് മെയിൻലി റിസർവ്ഡ് ഫോർ ഒബ്ജക്ട്സ്. ഈസ് നോട്ട്, ഈ രണ്ട് കാര്യങ്ങളാണ് എന്ത്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ഈസ് ആൻഡ് ഈസ് നോട്ട്. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ബോത്ത് വേരിയബിൾസ് ആർ ദ സെയിം ഒബ്ജക്റ്റ്. ഈ രണ്ട് വേരിയബിളും സെയിം ഒബ്ജക്റ്റിനകത്താണെന്നുണ്ടെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. അതർവൈസ് ഇറ്റ് റിട്ടേൺസ് എ ഫാൾസ്. എക്സ് ഈസ് വൈ, എക്സും വൈയും സെയിം ഒബ്ജക്റ്റിനകത്തുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ അതെന്ത് റിട്ടേൺ ചെയ്യും, ഫാൾസ് റിട്ടേൺ ചെയ്യും. It returns true if both variables are not the same objects. Is not ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഈസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, ഈസ് നോട്ട് എന്ന് പറഞ്ഞാൽ. രണ്ടും വെവ്വേറെ ഒബ്ജക്റ്റിനകത്തുള്ളതാണെന്നുണ്ടെങ്കിൽ അതെന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എക്സ് ഈസ് നോട്ട് വൈ, എക്സും വൈയും ഏതല്ലാന്നുണ്ടെങ്കിൽ ഒരേ ഒബ്ജക്റ്റിനകത്തുള്ള സാധനം വേരിയബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് റിട്ടേൺസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു എക്സാമ്പിൾ അടുത്തത്, എക്സാമ്പിൾ ഇല്ല കാണിച്ചിട്ടില്ല.
Python membership operators. Membership operators are used to test if the sequence is present in an object. Membership operator എന്ന് പറഞ്ഞ സാധനം ആ ഓപ്പറേറ്റർ തന്നെ ഇറ്റ്സ് എ സിമ്പിൾ ദാറ്റ് ആർ യൂസ് ടു ടെസ്റ്റ് ഇഫ് ദ സീക്വൻസ് ഈസ് പ്രസൻറ്റഡ് ഇൻ എ ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിനകത്തുള്ള സീക്വൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ആക്ച്വലി പൈത്തൺ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇൻ, നോട്ട് ഇൻ, ഈസും നോട്ട് ഈസും പോലെ തന്നെ നേരത്തെ ഉള്ള പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളതാണ്. നേരത്തെ ഈസ് നോട്ട് ആണെങ്കിൽ ഇവിടെ ഇൻ, നോട്ട് ഇൻ, അതാണ് ആക്ച്വലി രണ്ട് ഓപ്പറേറ്റർ തന്നെ. ഇൻ, നോട്ട് ഇൻ. റിട്ടേൺസ് ട്രൂ ഇഫ് ദ സീക്വൻസ് വിത്ത് ദിസ് സ്പെസിഫൈഡ് വാല്യൂസ് പ്രസൻറ്റ് ഇൻ ദ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനകത്ത് റിട്ടേൺസ് ട്രൂ, അത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും എപ്പോഴും ഇഫ് ദ സീക്വൻസ് വിത്ത് ദ സ്പെസിഫൈഡ് വാല്യൂസ് പ്രസൻറ്റ് ഇൻ ദ ഒബ്ജക്റ്റ്. ഈ സീക്വൻസ് ഇതിനകത്തുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒബ്ജക്റ്റിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ട്രൂ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. എക്സ് ഇൻ വൈ എന്നിങ്ങനെ എൻ്റെ ഫോർമാറ്റ് തന്നെ എക്സ് ഇൻ വൈ. അതേപോലെ തന്നെ നോട്ട് ഇൻ റിട്ടേൺസ് ട്രൂ ഇഫ് ദ സീക്വൻസ് വിത്ത് ദിസ് സ്പെസിഫൈഡ് വാല്യൂസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ ഒബ്ജക്റ്റ്. സീക്വൻസ് ഏതിനകത്തില്ലെങ്കിൽ സ്പെസിഫൈഡ് ഒബ്ജക്റ്റിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ആക്ച്വലി ഈ എക്സ് നോട്ട് ഇൻ വൈ എന്ന് പറയും. എക്സാമ്പിൾ ഉണ്ടോ നോക്കാം നമുക്ക്. അപ്പോൾ എക്സ് ഈക്വൽ ടു ആപ്പിൾ ബനാന നേരത്തെ പ്രിൻറ്റ് ബനാന ഇൻ എക്സ്. എക്സിനകത്ത് എന്തുണ്ടോ നോക്കാം നമ്മൾ, ബനാന ഉണ്ടോ നോക്കാൻ പറ്റും. ഇറ്റ് റിട്ടേൺസ് ട്രൂ ബിക്കോസ് എ സീക്വൻസ് വിത്ത് വാല്യൂ ബനാന ഈസ് ഇൻ ദി ലിസ്റ്റ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റിനകത്ത് ആപ്പിളും ബനാന എന്ന് പറഞ്ഞ രണ്ട് സീക്വൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണ്, പ്രിൻറ്റ് ബനാന ഇൻ എക്സ്. എക്സ് എന്ന് പറഞ്ഞ സീക്വൻസിനകത്ത് എന്തുണ്ടോയെന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുന്നത്, ബനാന എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വെക്കുകയാണ് അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്ത് റിട്ടേൺ ചെയ്യും, ട്രൂ റിട്ടേൺ ചെയ്യും. സോ ഇറ്റ് റിട്ടേൺസ് എ ട്രൂ ബിക്കോസ് എ സീക്വൻസ് വിത്ത് വാല്യൂ ബനാന ഈസ് ഇൻ ദി ലിസ്റ്റ്. ഈ ലിസ്റ്റിനകത്ത് എന്തുണ്ട്, ബനാന എന്ന് പറഞ്ഞ സീക്വൻസ് ഉണ്ട്. അതാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തത്, സെർച്ച് ചെയ്ത് നോക്കിയത്. ഇത് നോക്കിയത് എക്സ് ഈക്വൽ ടു ആപ്പിൾ ബനാന, പ്രിൻറ്റ് പൈനാപ്പിൾ നോട്ട് ഇൻ എക്സ്. പൈനാപ്പിൾ എന്ന് പറഞ്ഞത് ഏതിനകത്തുണ്ടോയെന്ന്, എക്സിനകത്ത് ഇല്ലേ എന്നാണ് ചെക്ക് ചെയ്ത് വെക്കുന്നത്. ഇറ്റ് റിട്ടേൺസ്, അത് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ഇറ്റ് റിട്ടേൺസ് ട്രൂ ബിക്കോസ് എ സീക്വൻസ് വിത്ത് ദ വാല്യൂ പൈനാപ്പിൾ ഈസ് നോട്ട് ഇൻ ദി ലിസ്റ്റ്. ഏതിനകത്തില്ല, എക്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിനകത്ത് എന്തില്ല, പൈനാപ്പിൾ എന്ന് പറഞ്ഞ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത് എന്ത് പ്രിൻറ്റ് ചെയ്യുന്നു, ട്രൂ പ്രിൻറ്റ് ചെയ്യുന്നു. സപ്പോസ് ഇവിടെ നമ്മൾ നോട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക, പ്രിൻറ്റ് പൈനാപ്പിൾ ഇൻ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പ്രിൻറ്റ് ചെയ്യും, ഫാൾസ് പ്രിൻറ്റ് ചെയ്യും. മനസ്സിലായി. നോട്ട് ഇൻ എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് എന്ത് പ്രിൻറ്റ് ചെയ്യും, ട്രൂ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പൈത്തൺ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു കമ്പയർ ബൈനറി നമ്പേഴ്സ്. ബൈനറി നമ്പേഴ്സിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്ററാണ് എന്ത്, ബിറ്റ്വൈസ് ഓപ്പറേറ്റർ. ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുക, ബൈനറി നമ്പേഴ്സ് ഷിഫ്റ്റ് ചെയ്യുക, അത് ആൻഡ് ചെയ്യുക, ഓർ ചെയ്യുക, അങ്ങനത്തെ ആഡ് ചെയ്യലല്ല, ആൻഡ് ചെയ്യുക, ഓർ ചെയ്യുക, എക്സോർ ചെയ്യുക. ആക്ച്വലി നിങ്ങൾ ഡിജിറ്റലിനകത്തെങ്കിലും പഠിക്കുന്നുണ്ട് ബൈനറി അഡീഷൻ. പ്രാവശ്യത്തെ ഡിജിറ്റൽ അതിനകത്ത് പഠിക്കുന്നുണ്ട് ബൈനറി അഡീഷൻ എന്താണ്, ബൈനറി ആൻഡ് ഓപ്പറേഷൻ എന്താണ്, ഓർ ഓപ്പറേഷൻ എന്താണ്, എക്സോർ ഓപ്പറേഷൻ എന്താണ്, നോട്ട് ഓപ്പറേഷൻ എന്താണ്, ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾ ഡിജിറ്റലിനകത്ത് പഠിക്കും. ആ ഓപ്പറേഷൻസ് നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ഹിയർ ആംപർസൻഡ് സിമ്പിൾ ഈസ് യൂസ്ഡ് ആസ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പം സെറ്റ്സ് ഈച്ച് ബിറ്റ് ടു 1 ഇഫ് ബോത്ത് ബിറ്റ്സ് ആർ ഈക്വൽ ടു 1. ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ പഠിക്കാത്ത ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. സോ ഡിജിറ്റൽ പഠിക്കുമ്പോഴേക്കും നമുക്ക് ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ പഠിക്കാൻ ടൈം ആവുള്ളൂ. അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ 1 ഉം 1 ഉം വരികയാണെങ്കിൽ, ഇപ്പോൾ 1 ഉം വരികയാണെങ്കിൽ മാത്രം ആൻഡ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് എന്താവുള്ളൂ, 1 ആവുള്ളൂ. 1 ഉം 0 വരികയാണെങ്കിൽ 0 ആയിരിക്കും, 0 ഉം 1 ഉം വരികയാണെങ്കിൽ 0 ആയിരിക്കും, 0 വരികയാണെങ്കിലും 0 ആയിരിക്കും. ഇനി ഓർ ഓപ്പറേഷനാണ് എന്ത്, ഓർ ഓപ്പറേഷൻ്റെ ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിളാണ് എന്ത്, ഈ ഒരു സിമ്പിൾ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർ ഓപ്പറേഷൻ, ബൈനറി ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആണെങ്കിൽ അതെന്തായിരിക്കും, ഔട്ട്പുട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. 2 ബിറ്റും 0 ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അത് ഔട്ട്പുട്ട് 0 ആവുള്ളൂ.
എക്സോർ എന്ന് പറയുന്നത്. എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് ഇത് ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ട്യൂട്ടോറിയൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് നോട്ട് പെർഫോം ചെയ്യാനാണ്. അപ്പോൾ ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ വണ്ണൊക്കെ എന്തായി മാറും, 0 ആയിട്ട് മാറും. വണ്ണിൻ്റെ ഇൻവേർഷനാണ് ആക്ച്വലി എന്ത് 0 എന്ന് പറഞ്ഞാൽ. നോട്ട് ഓപ്പറേഷനാണ് എന്ത് 0 എന്ന് പറയുന്നത്. പിന്നെ സീറോ ഫിൽ ലെഫ്റ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റിലേക്ക് എന്ത് ചെയ്യും, ഓരോ ബിറ്റ് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യും. പ്ലസ് അതിനകത്ത് എന്ത് റൈറ്റിൽ എന്ത് ആഡ് ചെയ്യും, 0 ആഡ് ചെയ്യും. അതേപോലെ തന്നെ റൈറ്റിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഈ സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ എന്ത് ആഡ് ചെയ്യും, 0s ആഡ് ചെയ്യും. സോ ദീസ് ആർ ദി ബൈനറി bitwise operators available in Python language. So 7 different operators are available in Python language. They are arithmetic operators, assignment operator, comparison operator, logical operators, identity operators, membership operators, bitwise operator. So നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.